വാഷിംഗ് മെഷീൻ സെമി ഓട്ടോമാറ്റിക് മേടിക്കണോ ഫുള്ളി ഓട്ടോമാറ്റിക് മേടിക്കണോ? 7 കിലോ മേടിക്കണോ 8 കിലോ മേടിക്കണോ അതോ 9 കിലോ മതിയോ? കമ്പനി ഏതായിരിക്കും നല്ലത്? കുറഞ്ഞ വെള്ളവും കറണ്ടും എടുത്ത് മികച്ച വാഷിംഗ് ക്വാളിറ്റി തരുന്ന മോഡൽ ഏതായിരിക്കും? ഇങ്ങനെയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം ഈ വീഡിയോയിലുണ്ട്. ഹായ് ഗൈസ്, ഞാൻ നിതിൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ അല്ലെങ്കിൽ അനുയോജ്യമായ വാഷിംഗ് മെഷീൻ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അത് മുന്നായിട്ടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ വാഷിംഗ് മെഷീൻ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയയിൽ വാഷിംഗ് മെഷീൻ കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 3 പിൻ കണക്ഷൻ, ടാപ്പ് കണക്ഷൻ, വാഷിംഗ് മെഷീനിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വേസ്റ്റ് വെള്ളം കളയാനായിട്ടുള്ള ഡ്രെയിനേജ് ഓപ്ഷനും സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇനി നിങ്ങൾ ഹീറ്ററുള്ള മോഡലോ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ആണോ മേടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 16 ആംസിൻ്റെ 3 പിൻ പവർ പ്ലഗ് തന്നെ സെറ്റ് ചെയ്യാനും മറക്കരുത്. വാഷിംഗ് മെഷീൻ 2 ടൈപ്പിലുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, സെമി ഓട്ടോമാറ്റിക്കും ഫുള്ളി ഓട്ടോമാറ്റിക്കും. ഫുള്ളി ഓട്ടോമാറ്റിക് തന്നെ 2 ടൈപ്പിലാണ് വരുന്നത്, ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനും. അങ്ങനെ ഈ ഒരു 3 ടൈപ്പിൽ ഫസ്റ്റ് ഏതാണ് മേടിക്കേണ്ടതെന്നതാണ് നമ്മളൊരു വാഷിംഗ് മെഷീൻ മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് ഈ 3 വാഷിംഗ് മെഷീൻ നമുക്ക് പെട്ടെന്നൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇനി സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ 7 കിലോ മുതൽ ഏകദേശം 14 കിലോ വരെയാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. ഏകദേശം 7,500 രൂപ മുതൽ 20,000 രൂപയൊക്കെ പ്രൈസിങ്ങും വരുന്നുണ്ട്. ഇനി ഈ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മെഷീനിൽ നമുക്ക് 2 ടബ് കാണാനായിട്ട് സാധിക്കും, വാഷ് ടബും സ്പിൻ ടബും. അതുപോലെ തന്നെ ഈ മെഷീൻ കൺട്രോൾ ചെയ്യാനായിട്ട് 3 അല്ലെങ്കിൽ 4 ടൈമറുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സെമി ഓട്ടോമാറ്റിക് മെഷീനുകളിൽ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ തുണി ഉണങ്ങി കിട്ടാനായിട്ട് നമ്മൾ തന്നെ വാഷ് ടബിൽ നിന്ന് സ്പിൻ ടബിലേക്ക് എടുത്ത് മാറ്റേണ്ടതുണ്ട്. ചെറിയൊരു ബഡ്ജറ്റിലൊക്കെ വാഷിംഗ് മെഷീൻ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള ഏരിയ, നമ്മുടെ വീടുകളിലൊക്കെ വെള്ളം വളരെ ലിമിറ്റഡ് സപ്ലൈ ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ സെമി ഓട്ടോമാറ്റിക് തന്നെയാണ് നല്ലത്. കാരണം സെമി ഓട്ടോമാറ്റിക്കിൽ വാഷ് ചെയ്യുമ്പോഴും റിൻസ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് വെള്ളം കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി പ്രധാനമായിട്ടും സെമി ഓട്ടോമാറ്റിക്കിൽ തുണിയൊക്കെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നമുക്കിത് കൺട്രോൾ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് സമയമുണ്ട്, നമുക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ വാഷിംഗ് മെഷീൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റും വളരെ കുറവ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും സെമി ഓട്ടോമാറ്റിക് ധൈര്യമായിട്ട് വാങ്ങാം. കാരണം സെമി ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക്കുകളെ അപേക്ഷിച്ച് മെയിൻ്റനൻസ് കോസ്റ്റും മെയിൻ്റനൻസൊക്കെ വളരെ കുറവായിട്ടാണ് വരുന്നത്. ഇനി ഫുള്ളി ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ എന്നിങ്ങനെ 2 രീതിയിലാണ് വരുന്നത്. ഈ 2 മോഡൽസിലും നമ്മൾ തുണികളൊക്കെ ഇട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രോഗ്രാം സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വെള്ളം എടുക്കുന്നത് മുതൽ സോക്ക്, വാഷ്, റിൻസ്, സ്പിന്ന് ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇടയ്ക്ക് വന്ന് നോക്കേണ്ട കാര്യം പോലുമില്ല. ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിലാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തുണി ഇട്ട് കൊടുക്കാനും അതുപോലെ തുണി എടുക്കാനൊക്കെ സാധിക്കും. അതുപോലെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ സ്റ്റീൽ ഡ്രമ്മിനകത്ത് വരുന്ന പൾസേറ്റർ ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്ക്രബ് ചെയ്തിട്ടാണ് തുണികൾക്ക് വാഷിംഗ് ക്വാളിറ്റി കിട്ടുന്നത്. എന്നാൽ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിലാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തുണി ലോഡ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാർട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഡ്രമ്മാണ് ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിനെ ടെമ്പിൾ വാഷ് ടെക്നോളജി എന്നാണ് പറയുന്നത്. ഈ ടെമ്പിൾ വാഷ് ടെക്നോളജിയും ഫ്രണ്ട് ലോഡിങ്ങിൽ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉള്ളതുകൊണ്ട് ഈ ചൂടുവെള്ളവും ഈ ടെമ്പിൾ വാഷ് ടെക്നോളജിയും കൂടി ചേരുമ്പോൾ മികച്ചൊരു ഹൈജീനിക് വാഷിംഗ് ക്വാളിറ്റിയാണ് നമുക്ക് ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീനിൽ നിന്നും കിട്ടുന്നത്. പിന്നെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ അപേക്ഷിച്ച് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ കുറച്ച് ഫംഗ്ഷൻസും കൂടുതൽ വരുന്നുണ്ട്. RPM നോക്കുകയാണെങ്കിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ ഒരു 600 മുതൽ 800 RPM വരെയൊക്കെയാണ് വരുന്നത്. ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീനിൽ 1000 RPM മുതൽ 1400 1500 RPM വരെയുള്ള മെഷീൻസും വരുന്നുണ്ട്. അതുകൊണ്ട് സ്പിൻ ചെയ്ത് കിട്ടുന്നതും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിട്ടുന്നത് ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീനിൽ തന്നെയായിരിക്കും. ഏകദേശം ഒരു 7 കിലോ മുതൽ 14-15 കിലോ വരെയുള്ള മെഷീൻസാണ് ഈ ഫുള്ളി ഓട്ടോമാറ്റിക്കിൽ വരുന്നത്. അതിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 15,000 മുതൽ 40,000 രൂപ വരെയൊക്കെയാണ് വരുന്നത്. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിലാണെങ്കിൽ ഏകദേശം 25,000 മുതൽ 70,000 രൂപ വരെയൊക്കെ വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ട് ഇടയ്ക്ക് വന്ന് നോക്കാനൊന്നും സമയമില്ല, ആ ഒരു സമയം കൊണ്ട് മറ്റെന്തെങ്കിലും ചെയ്യാനുണ്ട്, കുറച്ച് തിരക്ക് പിടിച്ച ജീവിതമാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് തന്നെ മേടിക്കുന്നതായിരിക്കും നല്ലത്. അതിൽ തന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റിൽ ഒരു വാഷിംഗ് മെഷീൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ അപേക്ഷിച്ച് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ കുറച്ച് റേറ്റ് കുറവാണ് വരുന്നത്. ഇനി നമുക്ക് നേരെ നിന്നുകൊണ്ട് തുണി ഇടാനും എടുക്കാനൊക്കെ കുറച്ച് എളുപ്പമായിട്ട് വരുന്നതും ടോപ്പ് ലോഡ് മെഷീനിൽ തന്നെയാണ്. അതുകൊണ്ട് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ കുനിഞ്ഞു നിന്ന് തുണി ഇടാനും എടുക്കാനും ബുദ്ധിമുട്ടുള്ളവർക്കും ഈ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ തന്നെയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് തുണി ഇട്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പോൾ 1-2 തുണികളൊക്കെ ഇടാൻ മറവിയുള്ളവർ അല്ലെങ്കിൽ മറന്നു പോയിട്ടുള്ളവർക്കും ഈ ഒരു ടോപ്പ് ലോഡ് മെഷീൻ ആവുമ്പോൾ എളുപ്പം ഡോറ് ഓപ്പൺ ചെയ്ത് രണ്ടാമത് തുണി ആഡ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഇനി നിങ്ങളുടെ ബഡ്ജറ്റിലൊക്കെ കുറച്ച് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നിങ്ങളുടെ തുണികൾക്കൊക്കെ ഒട്ടും കേടുപാടുകൾ കൂടാണ്ട് ഒരു മികച്ച ഹൈജീനിക് വാഷിംഗ് ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ തന്നെയാണ് ഉചിതം. അതുമാത്രമല്ല, നമ്മളൊരു അപ്പാർട്ട്മെൻറ്റിലാണ് അല്ലെങ്കിൽ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, സ്പേസ് ഒക്കെ വളരെ കുറവാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ തന്നെയാണ് നല്ലത്. കാരണം ഇത് വളരെ കുറഞ്ഞ സ്പേസിൽ നമുക്ക് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ടോപ്പ് ഫ്ലാറ്റ് ആയതുകൊണ്ട് മറ്റെന്തെങ്കിലും സാധനങ്ങൾക്ക് വെച്ച് ഉപയോഗിച്ചാലും
വലിയ പ്രശ്നം അതിനകത്ത് വരുന്നില്ല. ഈ സ്പിൻ സ്പീഡ് ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീൻ കൂടുതൽ ഉള്ളതുകൊണ്ട് സ്പിന്നിങ്ങും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിട്ടുന്നത് ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീനിൽ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ബഡ്ജറ്റ് വാഷിംഗ് മെഷീനിൽ നിങ്ങൾക്ക് സ്പിന്നിങ് സ്പീഡ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സെമി ഓട്ടോമാറ്റിക് തന്നെയാണ് നല്ലത്. കാരണം സെമി ഓട്ടോമാറ്റിക്കിലും 1000 തൊട്ട് 1400 RPMs ഒക്കെ വരെ വരുന്നുണ്ട്. ഇനി വാഷിംഗ് പ്രോഗ്രാംസ് ഫംഗ്ഷൻസ് ഒക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതും ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ അപേക്ഷിച്ച് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സെമി വേണോ ടോപ്പ് ലോഡ് വേണോ ഫ്രണ്ട് ലോഡ് വേണോ എന്ന തീരുമാനം എടുക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി ആ ഒരു കാര്യം നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു 2 പേരോ 3 പേരോ ഉള്ള ഫാമിലിയൊക്കെ ആണെങ്കിൽ ഒരു ഏകദേശം 7 കിലോ മെഷീൻ മതിയാവും. ഒരു 4 തൊട്ട് 5 പേരുള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 8 കിലോ മെഷീൻ മതിയാവും. ഇനി അതിന് മുകളിലേക്ക് ഒരു 6-7 മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 9 കിലോ മേടിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നിങ്ങൾ ഒരുപാട് തുണികൾ ഒരുമിച്ചിട്ടാണ് വാഷ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ബെഡ്ഷീറ്റ് ഒക്കെ വാഷ് ചെയ്യാനുണ്ട്, നിങ്ങൾ ഒരു വീട്ടിൽ തന്നെ 6-7 പേര് കൂടുതലുണ്ട്, അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് കൂടുതൽ കപ്പാസിറ്റി ഉള്ള മെഷീൻ മേടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, അതിൽ നിന്നൊരു 1 കിലോയോ 2 കിലോയോ കൂടുതലുള്ള മെഷീൻ വാങ്ങിയെന്ന് വെച്ച് ഒരു പ്രശ്നവുമില്ല. അങ്ങനെ വാങ്ങുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ മേടിക്കുമ്പോൾ കുറച്ച് പുതിയ ഫീച്ചേഴ്സ് ഒക്കെ നോക്കി മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഷിംഗ് മെഷീന് കുറച്ച് സൗണ്ട് വൈബ്രേഷൻസ് ഒക്കെ കുറവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡ്രൈവ് മോഡൽസ് നോക്കി മേടിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ കൂടുതൽ ഹൈജീനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഹോട്ട് വാട്ടർ ഉള്ള മോഡൽ അല്ലെങ്കിൽ സ്റ്റീം ഉള്ള മോഡലൊക്കെ നോക്കി മേടിക്കുക. മെഷീൻ്റെ ഹൈജീനും കൂടി കുറച്ച് ബെറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ ടപ്പ് ക്ലീൻ ഉള്ള മോഡൽസ് നോക്കി മേടിക്കുക. നിങ്ങളുടെ ഏരിയയിൽ ഹാർഡ് വാട്ടർ ആണ്, കട്ടിയുള്ള വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹാർഡ് വാട്ടർ വാഷ് ഓപ്ഷനുള്ള മോഡൽ നോക്കി മേടിക്കാവുന്നതാണ്. ഇനി പ്രധാനമായിട്ടും ഇൻവെർട്ടർ മോട്ടറുള്ള മെഷീൻസ് നോക്കി മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ടൊക്കെ ഒത്തിരി സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വൈഫൈ AI പോലുള്ള സ്മാർട്ട് ഓപ്ഷൻസും വരുന്നുണ്ട്. ഈ ഒരു ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യം വരണമെന്നില്ല. ആ ഒരു ആവശ്യം വരുന്നുണ്ടെങ്കിൽ ആ ഒരു മോഡൽസ് നോക്കി വാങ്ങാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് തുണികളൊക്കെ 100% ഉണക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീനിൽ 100% വാഷ് ആൻഡ് ഡ്രയർ മെഷീൻ നോക്കി വാങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കപ്പാസിറ്റി എത്ര വേണമെന്നുള്ളത്, വാഷിംഗ് മെഷീൻ എത്ര kg വേണമെന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏത് ബ്രാൻഡ് മേടിക്കണം എന്നുള്ളത് തീരുമാനിക്കുക. എപ്പോഴും നമ്മൾ ഈ ഒരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വാറണ്ടി തരുന്നതും നിങ്ങളുടെ വീടിനടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ സർവീസ് സെൻറ്റർ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സർവീസ് കിട്ടുമോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം ആ ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്യുക. അതുമാത്രമല്ല ബ്രാൻഡ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു മോഡൽ കമ്പയർ ചെയ്യുമ്പോൾ ആ ഡ്രം സൈസും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 8 കിലോന് മെഷീൻ നോക്കുമ്പോൾ ഓരോ ബ്രാൻഡ് അനുസരിച്ച് ആ ഡ്രമ്മിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടബിൻ്റെ കപ്പാസിറ്റിയിൽ വ്യത്യാസമുണ്ട്, വലുപ്പത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക. പിന്നെ ഓരോ കമ്പനിയുടെ ഫീച്ചേഴ്സൊക്കെ കമ്പയർ ചെയ്ത് നോക്കുക. എല്ലാം കൊണ്ടും ബെറ്റർ ആയിട്ടൊരു ബ്രാൻഡ് നോക്കി സെലക്ട് ചെയ്യുക. ഇപ്പോൾ സെമി ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിൽ LG, സാംസങ്, വേൾപൂൾ ഒക്കെ നല്ല ബ്രാൻഡാണ്. ഇനി ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിലേക്ക് നോക്കുകയാണെങ്കിൽ സാംസങ്, LG, IFB ഒക്കെ നല്ല ബ്രാൻഡാണ്. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ ബോഷ്, IFB, LG ഒക്കെ അത്യാവശ്യം നല്ല ബ്രാൻഡ് തന്നെയാണ്. ഇനി സെമി ഓട്ടോമാറ്റിക്, ടോപ്പ് ലോഡ്, ഫ്രണ്ട് ലോഡിൻ്റെ ഒക്കെ കുറച്ച് നല്ല മോഡൽസ് നോക്കി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ചെക്ക് ചെയ്യാനും പർച്ചേസ് ചെയ്യാനൊക്കെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതുപോലത്തെ അപ്ലയൻസ് സംബന്ധമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.